അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു ക്യാൻവാസ് സെറ്റ് ചെയ്ത് വെക്കുക, മാസ്കിൻ ടേപ്പൊക്കെ വെച്ചിട്ട്. പിന്നെ നിങ്ങളുടെ ആക്രിലിക്കും സെറ്റ് ചെയ്ത് വെക്കുക. അതിൽ കൊബാൾട്ട് ബ്ലൂ എടുത്തിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ക്യാൻവാസിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. ഓക്കെ, കൊബാൾട്ട് ബ്ലൂ ആണ് കേട്ടോ. ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക, ഒരു ഗ്യാപ്പില്ലാണ്ട് ഇതുപോലെ. അതിന് ശേഷമില്ലേ ഏറ്റവും താഴെ കുറച്ച് വൈറ്റ് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്യാം. മിഡിൽ വരെ മാത്രമേ ബ്ലെൻഡ് ചെയ്യണ്ടൂ. ഓക്കെ, അതായത് ഇതാ കണ്ടോ, അതിന് മിഡിൽ വരെ മാത്രം വൈറ്റ് ബ്ലെൻഡ് ചെയ്താൽ മതി. അതിന് ശേഷം ഇതാ ഇതുപോലെ ഈ ഒരു കോർണറിൽ വൈറ്റ് കൊടുത്തിട്ട് റൗണ്ടായിട്ട് നിങ്ങളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. ഓക്കെ, അതിന് ശേഷം നടുവിലായിട്ട് ഒരു വീട് വരയ്ക്കുക ഇതുപോലെ. അതിന് നിങ്ങൾ ബ്ലാക്കോ അല്ലെങ്കിൽ ബ്രൗണ് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു വീട് വരയ്ക്കുക. സിമ്പിളായിട്ടുള്ളൊരു വീടാണ്, അത് വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്ലൈമാക്സിലുള്ള നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ചിത്രം എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് വരച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ നിങ്ങൾ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നോക്കി വരച്ചാൽ മതി. ഇത് നമ്മൾ വരയ്ക്കുന്നത് പേർഷ്യൻ ബ്ലൂ ഉണ്ടല്ലോ, പേർഷ്യൻ ബ്ലൂവിൽ ഇച്ചിരി ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് വരച്ചാൽ മതി. ഇനി ഈ വരയ്ക്കുന്ന സ്കെച്ചുകളൊക്കെ അതുപോലെ വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളിതാ ക്രിസ്മസ് ട്രീൻ്റെ ഷാഡോ ഒക്കെ വരുന്ന പോലെയാണ് വരയ്ക്കുന്നത്. പേർഷ്യൻ ബ്ലൂ പ്ലസ് ബ്ലാക്ക്. ഓക്കെ, പിന്നെ ഇതാ ഇവിടെയൊക്കെ കൂടെ ഇതുപോലെ ആ ഒരു സെയിം കളർ കൊണ്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുത്താൽ മതി. എക്സാക്ട്ലി ഇതുപോലെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ വരച്ചു കൊടുക്കാൻ മതി കേട്ടോ. ഇത് ഞാൻ വരയ്ക്കുമ്പോൾ തന്നെ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, വോയിസ് ഓവർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ചില സമയങ്ങളിൽ ഫാസ്റ്റ് ആവും, ചില സമയങ്ങളിൽ സ്ലോ ആവും. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച അതിൻ്റെ മിഡിൽ പോർഷനായിട്ട് മൂണിനെ വരച്ചു കൊടുക്കുക. ഇപ്പം നല്ല ഒരു മൂണും അതിന് ചുറ്റും വൈറ്റ് വെളിച്ചൊക്കെയുള്ള പോലെ തോന്നും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കൊബാൾട്ട് ബ്ലൂവിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആ വീടിൻ്റെ ഇതിനിപ്പോൾ എന്താ പറയുക, റൂഫിന് കളർ കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഓടിട്ട വീടല്ലേ, അപ്പോൾ ആ ഓടിനൊക്കെ വൈറ്റ് പ്ലസ് കൊബാൾട്ട് ബ്ലൂ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ ക്രിസ്മസ് ട്രീക്കും ആ കളർ കൊടുക്കുക. ഫുള്ളായിട്ട് കൊടുക്കരുത്, കുറച്ച് ബ്ലാക്ക് വരുന്ന പോലെ കൊടുക്കുക. അതിന് ശേഷം വൈറ്റ് എടുത്തിട്ട് ഇതുപോലെ വീടിൻ്റെ മുകളിലും കുറച്ച് പോർഷനിൽ കൊടുക്കുക. ക്രിസ്മസ് ട്രീയുടെ അതായത് മൂന്ന് സെൻട്രലാകുമ്പോൾ മൂണിൻ്റെ വെളിച്ചം നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ രണ്ട് സൈഡിൽ മാത്രമല്ലേ അടിക്കുള്ളൂ. അപ്പോൾ ആ ഒരു പോർഷനിൽ വൈറ്റ് കുറച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ കൊബാൾട്ട് ബ്ലൂ പ്ലസ് വൈറ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ വൈറ്റ് മാത്രമായിട്ട് കുറച്ച് ഷെയ്ഡ് പോലെ കൊടുക്കും. ഇനി ഈ വിൻഡോയിലൊക്കെ യെല്ലോ ഓക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളർ ഉണ്ടാവും ആക്രിലിക്കിൽ, അത് കൊടുക്കുക. വിൻഡോസിനും ഡോഴ്സിനൊക്കെ അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വൈറ്റ് പ്ലസ് കൊബാൾട്ട് ബ്ലൂ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ റാൻഡമായിട്ട് എല്ലായിടത്തും കൊടുക്കുക. ഞാൻ കൊടുക്കുന്നിടത്തൊക്കെ കേട്ടോ, അതായത് വൈറ്റും കൊബാൾട്ട് ബ്ലൂവും മിക്സ് ചെയ്യുക. നന്നായിട്ട് ബ്ലൂ ആവരുത്, എന്നാൽ നന്നായിട്ട് വൈറ്റും ആവരുത് കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെത് ഇച്ചിരി വൈറ്റിഷ് ആയിരുന്നു, പക്ഷെ അത്രയും വൈറ്റിഷ് ആവണ്ട. നിങ്ങൾ കൊബാൾട്ട് ബ്ലൂ പ്ലസ് വൈറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഞാൻ കൊടുക്കുന്ന പോലെ എല്ലായിടത്തും കൊടുക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടാവുമല്ലോ, അവിടെ ഞാൻ ഈ ചിത്രം പോസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടാം, അതിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മൾ ഇവിടെയൊക്കെ ആ ഒരു കൊബാൾട്ട് ബ്ലൂ പ്ലസ് വൈറ്റ് മിക്സ് അവിടെയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ ഈ താഴെയുള്ള നമ്മൾ കുറച്ച് ബ്ലാക്ക് അല്ല, നമ്മൾ പേർഷ്യൻ ബ്ലൂ പ്ലസ് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെയൊക്കെ ഇതുപോലെ കൊടുക്കുക. ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പാടില്ല, കുറച്ച് ആ ഒരു ബ്ലാക്ക് പോലുള്ള ആ പാർട്ട് കുറച്ചൊക്കെ കാണിക്കണം പുറത്തേക്ക്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് വീഡിയോയിൽ മിസ്സാണ്. അതായത് ഇപ്പം നമ്മൾ കൊടുത്ത സ്ഥലത്തൊക്കെ വൈറ്റ് എടുത്തിട്ട് ഇതുപോലെ കൊടുക്കണം കേട്ടോ, ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പോലെ. അതിന് ശേഷം ലെമൺ യെല്ലോ കൊടുത്തിട്ട് ഈ വിൻഡോസിലും ഡോറിനൊക്കെ ഒന്ന് കൊടുക്കുക. അതുപോലെ അതിൻ്റെ ഇത് പിന്നെ ഒരു പുകക്കുഴലിൽ നിന്നൊരു വൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ പുക പോണ പോലെ ജസ്റ്റ് ഒന്ന് കൊടുത്തോട്ടോ. കണ്ട, നമ്മൾ വൈറ്റ് കൊടുത്ത ഒരു സ്റ്റെപ്പ് ഞാൻ വീഡിയോ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എനിവേ പിന്നെ ഇതുപോലെ യെല്ലോ ബൾബിൻ്റെ റിഫ്ലക്ഷൻ ആ സ്നോയിൽ വരുന്ന പോലെ കുറച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ബ്ലാക്ക് എടുത്തിട്ട്
മരച്ചില്ലകൾ പോലെ നിങ്ങളിങ്ങനെ വരച്ചു കൊടുത്തോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരച്ചാൽ മതി കേട്ടോ. അതായത് ഇതുപോലെ കുറച്ച് മരച്ചില്ലകൾ ബ്ലാക്ക് വെച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം വൈറ്റ് എടുത്തിട്ട് ഈ ബ്ലാക്ക് കൊടുത്തതിന് ഔട്ട്ലൈൻ പോലെ കൊടുത്താൽ അതിൻ്റെ മുകളിൽ മഞ്ഞ് വീണ പോലൊരു എഫക്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റാർസ് വരക്കലാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൈകൊണ്ട് ഓരോ ബ്രഷിൻ്റെ എന്താ പറയുക ഓരോ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് സ്റ്റാറിന് വരയ്ക്കുക. അല്ലെങ്കിൽ ഇതുപോലെ വൈറ്റിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിത്രം റെഡിയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യാം കേട്ടോ.